ഹലോ ഗായ്സ്, LBSൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് 16/8/2024 വന്നിരുന്നു. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 19/8/2024 അഥവാ നാളെ വരുന്നതാണ്. ഇപ്പോൾ LBS സൈറ്റിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ടൈം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 19/8/2024 വൈകിട്ട് പ്രസിദ്ധീകരിക്കുന്നതെന്ന് പറഞ്ഞത്. ട്രയൽ അലോട്ട്മെൻറ്റ് 5 മണിക്ക് ശേഷം പ്രസിദ്ധീകരിക്കുന്നതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അത് ഉച്ചയ്ക്ക് തന്നെ വന്നിരുന്നു. അതുകൊണ്ട് നാളെ നമുക്ക് സൈറ്റിൽ പറയുന്നത് വൈകുന്നേരമാണെങ്കിലും അതിൻ്റെ ടൈം കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നതല്ല. പിന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ ടോക്കൺ ഫീസ് 22/8/2024 ഓൺലൈനായോ അപേക്ഷകന് ഹോം പേജിൽ നിന്ന് ലഭിക്കുന്ന ഫീ പേയ്മെൻറ്റ് സ്ലിപ്പ് മുഖേന ഫെഡറൽ ബാങ്ക് ശാഖയുടെയോ അടയ്ക്കേണ്ടതാണ്. അഥവാ ടോക്കൺ ഫീ പേയ്മെൻറ്റ് 22/8/2024 വരെയാണ് അടക്കാനുള്ള ടൈമുള്ളത്. അത് ബാങ്ക് വഴിയോ അത് ഓൺലൈൻ പേയ്മെൻറ്റ് വഴിയോ നമുക്ക് അടക്കാവുന്നതാണ്. 22/8/2024 ഫീസ് അടക്കാത്തവർക്ക് അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതാണ്. അതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടച്ചില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും നമ്മളെ പരിഗണിക്കുന്നതല്ല. പിന്നീട് വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ മാത്രമേ നമ്മൾ പരിഗണിക്കുള്ളൂ. ടോക്കൺ ഫീ അടച്ചില്ലെങ്കിൽ ടോക്കൺ ഫീസ് വരുന്നത് 25,000 രൂപയാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് 24/8/2024 വരും. തേർഡ് അലോട്ട്മെൻറ്റ് 31/8/2024 വരും. പിന്നെ പലരും ഡൗട്ട് ചോദിച്ചിരുന്നു, എനിക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ ഈ കോളേജാണ് ലഭിച്ചത്, ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഈ സെയിം കോളേജ് തന്നെ ലഭിക്കുമോ എന്ന്. അത് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന് 18-ാം തീയതി 10 മണി വരെ നമുക്ക് നമ്മളുടെ ഓപ്ഷൻസിൽ മാറ്റം വരുത്താൻ സമയം തന്നിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് കുട്ടികൾ അവരുടെ ഓപ്ഷൻസ് റീഅറേഞ്ച്മെൻറ്റ് നടത്തുമ്പോൾ നമ്മളുടെ കോളേജസ് മാറാൻ ചാൻസ് ഉണ്ട്. ഇത് LBSൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ ലഭിച്ച കോളേജ് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിക്കുമെന്ന് ഒരു ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. ട്രയൽ അലോട്ട്മെൻറ്റിൽ ലഭിച്ച അധിക കുട്ടികൾക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും കോളേജ് ലഭിക്കും. ട്രയൽ അലോട്ട്മെൻറ്റിൽ കോളേജ് ലഭിക്കാത്തവർ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം മുൻ വർഷത്തെയൊക്കെ റാങ്ക് ലിസ്റ്റ് അഥവാ കോളേജ് ലിസ്റ്റ് എടുത്തു നോക്കിയാൽ റാങ്ക് കുറഞ്ഞവർക്കൊക്കെ അലോട്ട്മെൻറ്റ് ലഭിച്ചത് 7, 8, 9 അലോട്ട്മെൻറ്റിലൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ LBSയിൽ റാങ്ക് കുറഞ്ഞവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാന ഒരു കാര്യം, നിങ്ങൾ അവസാനത്തെ അലോട്ട്മെൻറ്റ് വരെ കാത്തു നിൽക്കണം. ആദ്യത്തെ 3 അലോട്ട്മെൻറ്റിന് ശേഷം ഇനിയും കുറേ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ അതിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം. ആദ്യത്തെ 3 അലോട്ട്മെൻറ്റിന് ശേഷമുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമ്മൾ ഓരോ അലോട്ട്മെൻറ്റിനും ഓപ്ഷൻസ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അവസാനത്തെ അലോട്ട്മെൻറ്റ് വരെ കാത്തു നിൽക്കുക. നിങ്ങൾക്ക് അത്യാവശ്യത്തിന് റാങ്ക് ഉണ്ടെങ്കിൽ ഇപ്രാവശ്യവും സീറ്റ് ലഭിക്കും. ഞാൻ ചാനലിൽ LBSയിൽ റാങ്ക് കുറഞ്ഞവർക്ക് കിട്ടാൻ ചാൻസ് കൂടുതലുള്ള കോളേജസിൻ്റെ ലിസ്റ്റ് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ താഴെ കുറച്ച് കമൻറ്റ് വന്നിരുന്നു. ഈ ലിസ്റ്റിലുള്ള മുഴുവൻ കോളേജിന് INC അപ്രൂവൽ ഇല്ലല്ലോ എന്നായിരുന്നു കമൻറ്റ്. ആ ലിസ്റ്റിൽ ഇപ്പോൾ INC അപ്രൂവൽ ലഭിക്കാത്ത അധിക കോളേജസിനും ഇനി INC അപ്രൂവൽ ലഭിക്കും. അത് ഇനി ചിലപ്പം അലോട്ട്മെൻറ്റിന് ഇടയിലായിരിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റിന് ഇടയിൽ റീഅറേഞ്ച്മെൻറ്റ് ഓപ്ഷൻ്റെ ഒപ്പം നിങ്ങൾക്ക് പുതുതായി INC അപ്രൂവൽ ലഭിച്ച കോളേജസിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി വരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ ലിസ്റ്റിൽ നോക്കി വെച്ച കോളേജസിന് INC അപ്രൂവൽ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ കിട്ടിയ കോളേജിൽ നിർബന്ധമായും ചേരേണ്ടി വരും. കിട്ടിയ കോളേജ് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോളേജാണെങ്കിൽ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ ആ കോളേജിൽ നിന്ന് NOC വാങ്ങേണ്ടി വരും. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.